സംഗീസ് ഈസി ഫുഡ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് കണവ കൊണ്ടൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാം. ഇന്ന് സ്നാക്സ് അല്ല കേട്ടോ, ഇന്ന് നമുക്ക് ചോറിനോ ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കണവ ഡിഷാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ മെയിൻ ഐറ്റമായ കണവ. ഞാനിന്നിവിടെ ഒരു 9 കണവ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ചമ്മന്തി. ഞാനിന്ന് എടുത്തിരിക്കുന്നത് 9 കണവയ്ക്ക് ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങയും അതിൻ്റെ കൂടെ നമ്മൾ സാധാ ചമ്മന്തി ഉണ്ടാക്കില്ലേ, ആ സംഭവങ്ങളൊക്കെ തന്നെയാണ് വേണ്ടത്. നമ്മൾ സാധാ ചോറിനുണ്ടാക്കുന്ന ചുവന്ന ചമ്മന്തി. ഉള്ളി, കുറച്ച് കൊച്ചുള്ളി, ആവശ്യത്തിന് ഉപ്പ്, ജീരകം, തേങ്ങ, മുളക് പൊടി. പക്ഷേ നമുക്ക് കണവയിൽ നമ്മൾ വേറെ എരിവോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പും എരിവും കുറച്ച് കൂടുതലിടണം. കാരണം കണവ വെറും ഉപ്പോ മുളക് പൊടിയോ ഒന്നും നമ്മളിടാണ്ട് ഈ ഒരു സ്റ്റഫിങ്ങിൻ്റെ ടേസ്റ്റാണ് നമുക്ക് അതിൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പും എരിവും ഒക്കെ നമ്മൾ കുറച്ച് കൂടുതലിടാം. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഇങ്ങനെ കണവയിൽ ചമ്മന്തിനെ സ്റ്റഫ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ കണവേനെ ക്ലീൻ ചെയ്യണം. ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്ലീൻ ചെയ്യുമ്പം അതിൻ്റെ തലയൊക്കെ മാറ്റി അതിനെ നമുക്ക് ഈ ചമ്മന്തിക്കകത്ത് ഇടണം കേട്ടോ. കണവയുടെ തലയും കാര്യങ്ങളൊന്നും നമ്മൾ കളയുകയോ മാറ്റുകയൊന്നും ചെയ്യേണ്ട, ഇതിൽ കൂടെ തന്നെ നമുക്ക് ഇടാം. തലയൊക്കെ മാറ്റി അതിൻ്റെ നാക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രം ഭാഷയിൽ കണവയുടെ ആ ഒരു ബോൺ പോലെ ഒരു സംഭവം ഇരിക്കുമല്ലോ അകത്ത്, മറ്റേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ, അതിനെ നമ്മൾ നാക്കെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി ക്ലീൻ ചെയ്യണം. എന്നിട്ട് നമുക്ക് ചമ്മന്തി ഇതുപോലെ കയ്യിലുരുട്ടി ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കണം, ഇത് നമ്മൾ നല്ലപോലെ ഫുള്ളാക്കി നിറച്ച് വെക്കരുത്, ബോൾ പോലെ ഉരുട്ടിയെടുക്കരുത്. അങ്ങനെ വെച്ചാൽ വേകുന്ന സമയത്ത് കണവയിൽ നിന്ന് ചമ്മന്തി ചാടി പുറത്തു പോകും. അപ്പോൾ അങ്ങനെ വരാണ്ട് കണവയ്ക്കകത്ത് തന്നെ ഫുൾ ചമ്മന്തി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിറച്ചതിന് ശേഷം ഇതുപോലെ താഴോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങ് അറ്റം വരെ, താഴെ അറ്റം വരെയും ചമ്മന്തി പോവുകയും ചെയ്യും. ഇങ്ങനെ ചപ്പി തന്നെ കണവ ഇരിക്കണം. അപ്പോഴേ വെന്ത് വരുമ്പോൾ നല്ല കറക്റ്റായിട്ട് അത് പെരുകി അതിനകത്ത് തന്നെ ചമ്മന്തി നിറഞ്ഞ് ഫില്ലായിട്ട് ഇരിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഈ ചമ്മന്തി ഫുള്ളും എല്ലാ കണവയിലും ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റത്തെയാണ് എല്ലാം ചെയ്ത് നമ്മളിന്ന് വെക്കാൻ പോകുന്നത്. കണവ ചട്ടിയിലാണ് വെക്കുന്നത്. ഇതല്ലേ, ചട്ടിക്കകത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ നമ്മുടെ നാടൻ രീതി. അപ്പോൾ ഇതെൻ്റെ ഉണ്ടോ, അതിൻ്റെ തലയും കാര്യങ്ങളും എല്ലാം അതിൽ തന്നെ ഇടാം. ഇനി നമുക്ക് നമ്മുടെ ബാലൻസ് വന്ന ചമ്മന്തിയും കൂടി ഇതിനകത്തോട്ടെടുത്ത് ഇടാം. എല്ലാം ബാലൻസ് വന്ന ചമ്മന്തി ഫുള്ളും നമുക്കിതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്യാം. ചമ്മന്തി അതിൻ്റെ മുകളിൽ കിടക്കുമ്പം ചമ്മന്തിയും കണവയും കൂടി എടുത്ത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചമ്മന്തി ബാലൻസ് വന്നാൽ മാറ്റി വെക്കേണ്ട, ഈ കണവയിൽ കൂടി തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം, കണവയ്ക്ക് വേവ് കൂടുതലാണ്, അയ്യോ ഇത് വേവോ എന്നൊന്നും ചിന്തിക്കേണ്ട. ഞാൻ ഈ 9 കണവയ്ക്കും കൂടി ഒരു കൊച്ചു കപ്പിന് 1/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഈ 1/4 ഗ്ലാസ് വെള്ളം പോലും നമുക്ക് ഇതിനകത്ത് ഒഴിക്കേണ്ട, കുറച്ച് മിച്ചം വെച്ചേക്കും, അത്രയേ വേണ്ടൂ. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. അപ്പോൾ ആ വെള്ളം ഒഴിച്ച് നമുക്ക് നേരെ ഗ്യാസിൽ വയ്ക്കാം. നമ്മുടെ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതിനെ അടച്ച് വെച്ച് വേവിക്കാം. വെക്കുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ. ഇട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് നമ്മുടെ ചാനലൊന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും അറിയാതിരിക്കാം, സംഗീസ് ഈസി ഫുഡ്സ്, അതാണ് ചാനലിൻ്റെ പേര്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. നമ്മുടെ കണവതേൻ്റെ ഉണ്ടോ തിളയ്ക്കുന്നുണ്ട്, നല്ലപോലെ തിളച്ച് വന്നു. ഇപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം ചട്ടിയും കൂടി ആയതുകൊണ്ട് കണവ അടിയിലിങ്ങനെ പിടിക്കും. വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് കണവ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം.
പിന്നെ ഈ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയം നമുക്ക് ഫ്ലെയിം തീരെ സിമ്പിളും വേണ്ട, എന്നാൽ ഹൈയിലും ഇടണ്ട കേട്ടോ. കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഇടാം, കാരണം വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. വേണ്ടോ, ഇപ്പം ഒരുവിധം വറ്റിയിട്ടുണ്ട്. വെള്ളം എല്ലാം മാറി ഇനി ഒന്നും കൂടി ഡ്രൈ ആകാനേ ഉള്ളൂ, അത്രയും ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ, ആ പച്ച വെളിച്ചെണ്ണയുടെ മണമെല്ലാമായിട്ട്. അപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒരു 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിലൊന്ന് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യണം. സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എണ്ണയിൽ അതെല്ലാം പുരണ്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് 1 മിനിറ്റും കൂടി ഒന്ന് വേവിക്കാം. അപ്പോഴത്തേക്ക് എണ്ണയും ചമ്മന്തിയും കണവയും എല്ലാം കൂടി നല്ലതുപോലെ പിടിച്ച് നല്ല ഡ്രൈ ആയി വരും. നമ്മുടെ കണവ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പോഴത്തേക്ക് നമ്മുടെ കണവ ചമ്മന്തി റെഡിയായി കണ്ടോ. എന്തെളുപ്പമാണ്, ഒന്നുമില്ല എന്നാൽ എന്ത് ടേസ്റ്റാണെന്നറിയോ. എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വയ്ക്കാൻ കഴിഞ്ഞു. ചെറിയ ചൂടോടുകൂടി സെർവ് ചെയ്യാം, കഴിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ചു നോക്കണം. അടിപൊളിയാണ്, ഈസിയാണ്, എന്നാൽ കിടിലൻ ടേസ്റ്റുമാണ്. ഓക്കെ, ബൈ.